എല്ലാം ഈശ്വരന്റെ മാർഗമാണെങ്കിൽ അതിനെല്ലാമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ സമാധാനം പറയുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മ ച. ഇവിടെ പറയുന്നത് ഈശ്വരീയമായ നിയമങ്ങൾ, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരീയമായ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. യദി തവ ഈശ്വരസ്യ രാഗാദിദോഷാഭാവാത് സർവപ്രാണിഷു അനിജഗൃക്ഷായാം തുല്യായാം സർവഫലപ്രധാന സമർത്ഥേജ ത്വയി സതി വാസുദേവ സർവ ഇതി ജ്ഞാനേനൈവ മൂഢവ സന്തഃ കസ്മാത് ത്വാമേവ സർവേന പ്രതിപദ്യന്തെ ഇത് ശൃണു തത്ര കാരണം പറയുന്നു. യദി തവ ഈശ്വരസ്യ, അങ്ങ് ഈശ്വരനാണ്. ഇവിടെ അർജുനന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യത്തെ പറയുകയാണ്. ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് ഈശ്വരനാണ്, ഈ ദിവ്യമായ ജന്മവും കർമ്മവും എല്ലാം സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഒരാളാണ്. രാഗാദിദോഷാഭാവാത്, രാഗാദിദോഷങ്ങളൊന്നുമില്ല. സർവപ്രാണിഷു അനുജിഗൃക്ഷായ, സർവപ്രാണികളിലും അനുജിഗൃക്ഷ, അനുഗ്രഹിച്ച, സർവപ്രാണികളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് താല്പര്യമുള്ളവനാണ്. തുല്യമായിരിക്കുന്നു എല്ലാവരിലും ആ അനുഗ്രഹിച്ച. സർവഫലപ്രധാന സമർത്ഥേ, അങ്ങക്ക് ഏത് ജീവനും എന്ത് ഫലം വേണോ കൊടുക്കുന്നതിനുള്ള സർവസ്വാതന്ത്ര്യവും സാമർഥ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ത്വയി വാസുദേവേ സതി, അങ്ങനെയുള്ള അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ നായകനായി നിലനിൽക്കേ. ത്വയി സതി, അങ്ങനെ ഈ പ്രപഞ്ചത്തിനൊരു നായകനുണ്ടല്ലോ, ഈശ്വരൻ. അങ്ങനെ ഉണ്ടെങ്കിൽ വാസുദേവ സർവം ഇത് ജ്ഞാനേനൈവ മൂഢവ സന്തഃ, അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും വാസുദേവ സർവം എന്ന് പറയുന്ന ആ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് മുമുക്ഷുക്കളായി കസ്മാത് ത്വമേവ സർവേന പ്രതിപദ്യന്തെ, എന്തുകൊണ്ട് ഉടൻ തന്നെ എല്ലാവരും അങ്ങേ തന്നെ പ്രാപിക്കുന്നില്ല, ജ്ഞാനം നേടി. കാരണം അങ്ങ് എന്തിനു സമർത്ഥനാണ്, എന്ത് ഫലത്തെയും കൊടുക്കാൻ അങ്ങ് ശേഷിയുണ്ട്. അങ്ങക്ക് സർവപ്രാണികളോടും ഒരേ മനോഭാവമാണ്, ഒരിടത്തും പക്ഷപാതവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആ അനുഗ്രഹ സാമർഥ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി സർവപ്രാണികളും ഈശ്വരൻ ഭാവത്തെ പ്രാപിച്ച് എന്തുകൊണ്ട് മോക്ഷത്തെ നേടുന്നില്ല? എന്തുകൊണ്ട് ചിലർ ഇവിടെ ഈ സംസാരത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു? ഇത് ശൃണു തത്ര കാരണം, അതിന് സമാനം പറയാം. ശൃണു, കേൾക്കൂ, അതിന് കാരണം എന്താണ്? കാംക്ഷന്തോ അഭീപ്സന്തഃ കർമ്മണാം സിദ്ധിം ഫലനിഷ്പത്തിം പ്രാർത്ഥയന്തഃ. കർമ്മണാം സിദ്ധിം കാംക്ഷന്തഃ, കർമ്മങ്ങളുടെ സിദ്ധിയെ, ഫലപ്രാപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് യജന്തൈഹ അസ്മിൻ ലോകേ ദേവതഃ ഇന്ദ്രാജ്ഞാദ്യാഃ, ജീവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? ആ കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പല പല ദേവതകളെ, ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയവരെ യജിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, യജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ഈ ലോകത്തുള്ള മനുഷ്യരിൽ വലിയൊരു ശതമാനവും സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഉള്ള ഈശ്വരാരാധന ചെയ്യുന്നവരാണ്. യാഗങ്ങളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ സത്കർമ്മങ്ങളോ യജ്ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഹോമകുണ്ഡത്തിൽ ഹവിസർപ്പിക്കുന്ന മാത്രമല്ല, സത്കർമ്മങ്ങളെല്ലാം യജ്ഞങ്ങളാണ്. അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ലോകത്ത് പലരും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർക്കൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്. എന്താണ്? ഈശ്വരപ്രീതി. ഓരോരോ അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഈശ്വരനെ അവർ ആരാധിക്കുന്നു. സത്കർമ്മങ്ങളിലൂടെ പ്രാർത്ഥനയോ അവർക്ക് ഫലേച്ഛയും ഇന്ന ഫലം കിട്ടണം, അങ്ങനത്തെ സ്വർഗപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ പറയുന്നു അധ യോ അന്യാം ദേവതാം ഉപാസ്തേ അന്യോ അസോ അന്യോ അഹം അസ്മീതി നസവേദ. ബൃഹദാരണ്യോപനിഷത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. യോ അന്യോ അന്യാം ദേവതാം ഉപാസ്തേ. അങ്ങനെ കുറെ മനുഷ്യരുണ്ട്, അവർ എന്ത് ചെയ്യുന്നു? തന്നിൽ നിന്നും അന്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ഉപാസിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു.
ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ മനസ്സിൽ എന്താണ് സങ്കല്പം? അന്യോ അസൗ, അന്യോ അഹം, ഞാൻ വേറെയാണ്, ആ ഈശ്വരൻ വേറെയാണ്, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവാണ് എന്ന് കരുതി എന്ത് ചെയ്യുന്നു? അവൻ ആരാധിക്കുന്നു. അഹം അസ്മി, ഞാൻ വേറെയാണ്, ഞാൻ ആ ഈശ്വരനെ ആരാധിക്കാൻ കടപ്പെട്ടവനാണ്, ആ ഈശ്വരൻ സ്വർഗത്തിലിരിക്കുന്നു. ന സവേദ, അവനൊരിക്കലും തത്വത്തെ അറിയുന്നില്ല. അങ്ങനെ ഒരു അന്യനായ ഒരു ഈശ്വരനെ, സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഈശ്വരനെ അറിയുന്നില്ല. വാസ്തവത്തിൽ എന്താണ്? യഥാ പശു, അവന്റെ ആരാധന അതിലൊരു തത്വമുണ്ട്. എന്താണ്? യഥാ പശു, അവൻ വെറും ഒരു മൃഗമാണ്. പശു എന്ന് വെച്ചാൽ മൃഗം. അങ്ങനെ ആരാധിക്കുന്നവൻ ഒരു മൃഗമാണ്. ഏവം സദേവാന, അവനെ ഏതൊരു ഈശ്വരനെയാണോ ആരാധിക്കുന്നത് ആ ഈശ്വരനെ സംബന്ധിച്ച് അവൻ കേവലം ഒരു ബലിമൃഗം പോലെയാണ് എന്നർത്ഥം. എന്തുകൊണ്ടങ്ങനെയാകുന്നു? അവൻ ആരാധിക്കുന്നു ആ ഈശ്വരനെ, ഈശ്വരൻ സന്തോഷിക്കുന്നു, അവന് വേണ്ടതൊക്കെ കൊടുക്കുന്നു. അവന് വേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവന് കിട്ടിയ ആ ഭൗതികമായ സമ്പത്ത് കൊണ്ട് അവൻ വീണ്ടും ആ ഈശ്വരനെ ആരാധിക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുന്നു, ഭഗവാൻ അനുഗ്രഹിച്ച് പലതും തരുന്നു. അതെല്ലാം വീണ്ടും അവിടെ വഴിപാടുകളായി കാശും മറ്റൊന്നെല്ലാം അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. വീണ്ടും ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ അർപ്പിക്കുന്നു. അതിന്റെ പിന്നിലെല്ലാം എന്താണ്? കാമനയാണ്. അങ്ങനെ കാമനയോടുകൂടി ഈശ്വരനെ അല്ലെങ്കിൽ ദേവതകളെ ആരാണോ ആരാധിക്കുന്നത് അവരെന്താണ്? വാസ്തവത്തിൽ ഒരു മൃഗം തന്നെയാണ്. ഈശ്വരന്റെ കയ്യിലുള്ള വെറും ഒരു മൃഗമാണ്. അതിനെ ഉപയോഗിക്കണം. എങ്ങനെ? ഒരു മൃഗത്തിന്, പശുവിന് തന്നെ. പശു എന്ന് വെച്ചാൽ ഇവിടെ പശു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമുള്ള മൃഗം എന്നുള്ള അർത്ഥമാണ്. ഉദാഹരണമായിട്ട് പശുവിനെ എടുക്കാം, പശുവിനെയോ ആട്ടിനെയോ ഒക്കെ എടുക്കാം. അതിനെന്ത് ചെയ്യുന്നു? തീറ്റ കൊടുക്കുന്നു, അതിന് പാല് കറന്നെടുക്കുന്നു. അപ്പോൾ പാലിന് വേണ്ടി അതിന് തീറ്റ കൊടുക്കുന്നു. അതുപോലെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഇവനിൽ നിന്നും എന്തെങ്കിലും തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദേവതകൾ എന്ത് ചെയ്യുന്നു? ഇവന് വേണ്ട ഭൗതികമായതിനെല്ലാം കൊടുക്കുന്നു. ആ ഭൗതികമായി ആ ദേവതയുടെ പ്രസാദം കൊണ്ട് അവന് കിട്ടുന്നതിന് ഒരു ഭാഗം അവൻ വീണ്ടും ആ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ നേട്ടമെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രാപ്തി വരെ ആകാം. സ്വർഗത്തെ ഒരു നേട്ടമായി കിട്ടിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകും. തിരിച്ചു വന്നിട്ട് വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? ഇതുപോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു, സ്വർഗത്തെയും മറ്റും പ്രാപിക്കാം. അതുകൊണ്ട് ഇത് ജീവന്റെ വാസനയാണ്, അവന്റെ സ്വഭാവമാണ്. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഇങ്ങനെയുള്ള ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യജ്ഞങ്ങൾ ചെയ്യുന്നു, യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു, വഴിപാടുകൾ സമർപ്പിക്കുന്നു. ഇതെല്ലാം അവന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. ആ നേട്ടത്തെ അവൻ ഏതൊരുതിനെയാണോ അവൻ ആരാധിക്കുന്നത് അതിൽ നിന്ന് അവന് കിട്ടുന്നു. അത് സ്വർഗസ്ഥനായ പിതാവായാലും കൊള്ളാം, അമ്പലങ്ങളിലിരിക്കുന്ന ദേവതകളായാലും കൊള്ളാം. അവരിൽ നിന്നുള്ള അവന് കിട്ടുന്നത്, അവന്റെ കാമന കൊണ്ട് അവൻ ആർജിക്കുന്നത് ഇത്തരം ഫലങ്ങളെയാണ്, ഫലകാംക്ഷികളാണ്. അവൻ വാസ്തവത്തിൽ മൃഗമാണ്, അവൻ ദേവതകളുടെ മൃഗമാണ്. ഇത് ശ്രുതി, ഇക്കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട് എന്നർത്ഥം. തേഷാം ഹി ഭിന്ന ദേവതായാജനാം ഫലാകാംക്ഷിണാം ക്ഷിപ്രം ശീഘ്രം ഹി യസ്മാത് മനുഷ്യലോകേ ഈ ശാസ്ത്രാധികാര പറയുന്നു. അങ്ങനെ ദേവതകളെ യജിക്കുന്നവര്, ആ ദേവതകളെ അവർക്ക് യജിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രമാണം വേണം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രങ്ങളൊന്നും അധ്യയനം ചെയ്തിട്ടില്ലെങ്കിൽ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയവർ പറഞ്ഞുകൊടുത്ത വാക്കുകളായിരിക്കും പ്രമാണം. ഈ അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന ഫലം ഉണ്ടാകുമെന്ന് ആ ശാസ്ത്രങ്ങളെ അറിഞ്ഞ് പറഞ്ഞുകൊടുത്തവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ആചാരത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. എന്തായാലും അവിടെ ഈ ശാസ്ത്രം പ്രമാണമാണ്. അപ്പം മനുഷ്യൻ ആണ് ശാസ്ത്രത്തിന് അധികാരിയായിരിക്കുന്നത്. ആ ശാസ്ത്രത്തിന്റെ പ്രമാണമനുസരിച്ച് ഭിന്ന ഭിന്ന
ഈശ്വരന്മാരെ, ദേവതകളെ സത്കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. തേഷാം ഭിന്ന ദേവതായാചന, ഭിന്ന ദേവതകളെ യജിക്കുന്നവർ, ഫലാകാംക്ഷിണ, ഫലത്തെ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ക്ഷിപ്രം ശീഘ്രം പെട്ടെന്ന് തന്നെ മാനുഷീലോകി, ഈ മനുഷ്യലോകത്തിൽ ഫലം കിട്ടുന്നു. അവർ യജിക്കുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നു. പ്രത്യേകിച്ച് അതിന് വിഘ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ശീഘ്രം തന്നെ ഫലം കിട്ടുന്നു. അതുകൊണ്ട് വീണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അത്തരം ഈശ്വരാരാധനയിലേക്ക് മുഴുകുന്നു. അപ്പോൾ ഒട്ടുമുക്കാൽ മനുഷ്യരും അങ്ങനെ ഫലത്തെ ഉദ്ദേശിച്ച് ഈശ്വരാരാധന ചെയ്യുന്നവരാണ്. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ ഇതി വിശേഷണ. മനുഷ്യലോകത്തിൽ ഫലം എളുപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്തരം കർമ്മങ്ങൾക്കും ഈ കർമ്മങ്ങൾക്ക് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രത്തിനും അധികാരിയായിരിക്കുന്ന മനുഷ്യരാണ്. അവരെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേവന്മാരും മറ്റും അല്ല എന്നർത്ഥം. അന്വേഷവി കർമ്മഫലസിദ്ധിം ദർശയതി ഭഗവാൻ. മാനുഷേ ലോകേ വർണ്ണാശ്രമ കർമാധികാര ഇത് വിശേഷ. യേഷാം ച വർണ്ണാശ്രമാധികാരിണാം കർമ്മിണാം ഫലസിദ്ധി ക്ഷിപ്രം ഭവതി കർമ്മജ കർമ്മണോ ജാത. ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നു. എന്താണ്? വർണ്ണാശ്രമാദി കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവർ, അവർ ആ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, അവർക്ക് ഈ മനുഷ്യലോകത്തിൽ ആ വിധിപ്രകാരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുകൊണ്ട് ശീഘ്രം എളുപ്പത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് പറയുന്നു ക്ഷിപ്രം ഹി മനുഷ്യലോകെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനുഷ്യലോകത്തിൽ എല്ലാത്തിടത്തും കർമ്മഫലങ്ങൾ ഉണ്ടാകാം. ദേവന്മാർക്കും മറ്റും എന്ത് ചെയ്യുന്നു? കർമ്മഫലം ഉണ്ടാകുന്നു. അവരിവിടെ കർമ്മം ചെയ്യുന്നു, അവിടെ ചെന്ന് ദേവശരീരം സ്വീകരിക്കുന്നു, അവിടെ ഫലത്തെ അനുഭവിക്കുന്നു. പക്ഷെ മനുഷ്യലോകത്തിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ഫലത്തെ കിട്ടുന്നു. അതുകൊണ്ട് അങ്ങനെ മനുഷ്യൻ കർമ്മത്തെ ഫലത്തെ ആഗ്രഹിച്ച് ഓരോരോ ദേവതകളെയും ഉപാസിച്ച് ഫലസിദ്ധി നേടുന്നു. ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് അവരുടെ ആഗ്രഹത്തിനും അവരുടെ പ്രവൃത്തിക്കും അനുസരിച്ചുള്ള ഫലമാണ് ഈശ്വര നിയമമനുസരിച്ചിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരനൊരു നിയമം കൽപ്പിച്ചിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ച് കർമ്മവും ഫലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും രാഗദ്വേഷങ്ങളൊന്നും ഇല്ല. ഇന്നാർക്കിന്നത് കൊടുക്കണം, ഇന്നാർക്കിന്നത് കൊടുക്കണ്ട എന്നൊന്നും രാഗദ്വേഷത്താൽ പ്രേരിതമായി ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഈശ്വരന്റെ അലംഘനീയമായ നിയമം സാർവത്രികമായി സർവോപരിയായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. ആ നിയമത്തിനനുസരിച്ച് കർമ്മങ്ങൾക്ക് അതാത് ഫലമുണ്ടാകുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള പക്ഷപാതവും അതിന്റെ പേരിൽ ഈശ്വരൻ ആർക്കും ആരോപിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സർവരും ഈശ്വര മാർഗത്തെയാണ് പിന്തുടരുന്നതെങ്കിലും ആ ഈശ്വര നിയമം അനുസരിച്ച് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും മുക്തരാകാൻ കഴിയുന്നില്ല. ചിലർ ബദ്ധരായിക്കൊണ്ടേയിരിക്കുന്നു, ചിലർ മുക്തരാകുന്നു. അതിന് കാരണം അതാത് ജീവന്മാരുടെ വാസനകളും കർമ്മങ്ങളും അറിവുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്ത്, ഈ മനുഷ്യലോകത്തിൽ കർമ്മണാം സിദ്ധിം കാംക്ഷന്ത, കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യർ ദേവതാഹ യജന്തേ, അനേക ദേവന്മാരെ അനേക ഈശ്വരന്മാരെ ആരാധിക്കുന്നു, സത്കർമ്മങ്ങളിലൂടെ ആരാധിക്കുന്നു. മനുഷ്യലോകെ, ഈ മനുഷ്യലോകത്തിൽ കർമ്മജ സിദ്ധി, കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലപ്രാപ്തി ക്ഷിപ്രം ഭവതി, വളരെ എളുപ്പം കിട്ടുന്നുണ്ട്. വളരെ എളുപ്പം തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട്
കർമ്മത്തിനനുസരിച്ച് ഫലം ഇവിടെ കിട്ടുന്നു എന്നുള്ള ഒരു നിയമമുണ്ടോ ഉള്ളതുകൊണ്ട് ഈശ്വരനിൽ പ്രത്യേകിച്ച് രാഗദ്വേഷങ്ങളോ പക്ഷപാതിത്വമോ ഇല്ല എന്നാണ് ശ്രുതി പറയുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരം അവ്യയം. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ